ഇസ്രായേലിൻ്റെ മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലൻറ്റും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ ശക്തമായ അഭിപ്രായ ഭിന്നത നിലനിന്നിരുന്നു. നെതന്യാഹുവിനെതിരെ പരസ്യ പ്രതികരണം പോലും ഗാലൻറ്റ് നടത്തി. തുടർന്നാണ് ഗാലൻറ്റിന് പ്രതിരോധ മന്ത്രിസ്ഥാനം നഷ്ടമായത്. പിന്നീട് നെതന്യാഹുവിൻ്റെ വിശ്വസ്തൻ ഇസ്രായേൽ കാറ്റ്സ് പ്രതിരോധ മന്ത്രിസ്ഥാനം ഏറ്റെടുത്തു. ഗാലൻറ്റിൻ്റെ മന്ത്രിസ്ഥാനം തെറിച്ചതിന് പിന്നാലെ ഇസ്രായേലിൽ നിരവധി പ്രതിഷേധങ്ങൾ അരങ്ങേറിയിരുന്നു. ഹമാസിൻ്റെ തടവിൽ കഴിയുന്ന ബന്ധുക്കളുടെ ബന്ധുക്കളും പ്രതിഷേധവുമായി എത്തി. യുദ്ധം തുടരുന്നതിൻ്റെ ഉത്തരവാദിത്തം നെതന്യാഹുവിന് മാത്രമാണെന്നായിരുന്നു ഗാലൻറ്റ് തുറന്നടിച്ചത്. ഗാലൻറ്റിന് പിന്നാലെ ഇസ്രായേൽ കാറ്റ്സ് വന്നിട്ടും ഇസ്രായേലിലെ പ്രശ്നങ്ങൾ തീരുന്നില്ല. IDFും പ്രതിരോധ മന്ത്രിയും തമ്മിലാണ് ഭിന്നതയെന്ന് മാത്രം. IDFിൻ്റെ മേധാവി ഹെർസി ഹവേലിയും കാറ്റ്സും തമ്മിലുള്ള ശീതസമരം മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. ഒക്ടോബർ 7-ന് ഇസ്രായേലിൽ ഹമാസ് നടത്തിയ മിന്നലാക്രമണം ഇസ്രായേലിനേറ്റ കനത്ത അടിയായിരുന്നു. IDFിൻ്റെ കാര്യക്ഷമത പോലും ചോദ്യം ചെയ്യപ്പെട്ടു. തുടർന്ന് ഉന്നത സൈനികോദ്യോഗസ്ഥരുടെ പ്രകടനത്തെക്കുറിച്ചുള്ള സംശയങ്ങളും ഉയർന്നിരുന്നു. ഇതിൻ്റെ തുടർച്ചയായാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഭിന്നത. കാറ്റ്സ് ലക്ഷ്യമിടുന്നത് 2 സൈനികോദ്യോഗസ്ഥരെയാണ്. സദേൺ കമാൻഡിൻ്റെ ചുമതലയുള്ള കേണൽ എഫ്രേം അവനിയും കേണൽ ആൽമോഗ് ഡാഡോനും. ആക്രമണം തടയുന്നതിൽ ഈ 2 ഉദ്യോഗസ്ഥരും പരാജയപ്പെട്ടെന്നാണ് ആരോപണം. ഇക്കാര്യം പരിശോധിച്ചു വരികയാണ്. ഈ 2 ഉദ്യോഗസ്ഥരുടെ IDFിലെ സ്ഥാനക്കയറ്റങ്ങൾ കാറ്റ്സ് തടഞ്ഞിരുന്നു. ഇതാണ് ഭിന്നത മറനീക്കി പുറത്തു വരാൻ കാരണം. ടൈംസ് ഓഫ് ഇസ്രായേലാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. ഒക്ടോബർ 7 ആക്രമണം തടയാൻ പരാജയപ്പെട്ടതുമായി ബന്ധപ്പെട്ട അന്വേഷണം തീരുന്നതുവരെ ഈ ഉദ്യോഗസ്ഥരുടെ സ്ഥാനക്കയറ്റം മരവിപ്പിച്ചിരിക്കുകയാണ്. അതിനിടെ നവംബർ 27-ന് 180ഓളം റോക്കറ്റുകളാണ് ഹിസ്ബുള്ള ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് പ്രയോഗിച്ചത്. ആക്രമണങ്ങളിൽ 11 പേർക്ക് പരിക്കുപറ്റി. വടക്കൻ മധ്യ ഇസ്രായേലിലെ വിവിധ മേഖലകൾ ലക്ഷ്യമിട്ടാണ് റോക്കറ്റുകൾ എത്തിയത്. അഷ്ദോദ് നേവൽ ബേസും ആക്രമിച്ചു. എല്ലാ റോക്കറ്റുകളെയും പ്രതിരോധിക്കാൻ IDFിന് സാധിച്ചിട്ടില്ലെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മധ്യ ഇസ്രായേലിലെ റിനത്യ മേഖലയിൽ ആക്രമണത്തിൽ വലിയ നാശനഷ്ടമുണ്ടായി. ലെബനനിൽ നിന്ന് തൊടുത്തുവിട്ട റോക്കറ്റുകളാണ് മധ്യ ഇസ്രായേലിൽ നാശം വിതച്ചത്. ഭൂരിഭാഗം റോക്കറ്റുകളെയും പ്രതിരോധിക്കാൻ സാധിച്ചതായി IDF അവകാശപ്പെട്ടു. എന്നിട്ടും ഇസ്രായേലിൽ വലിയ നാശനഷ്ടം ഉണ്ടായതായി മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു. പേറ്റ നിക്വയിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും കനത്ത നാശം വിതയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ടൈംസ് ഓഫ് ഇസ്രായേലിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് മധ്യ ഇസ്രായേലിൽ നിരവധി പേർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റു. റോക്കറ്റുകൾ നാശനഷ്ടമുണ്ടാക്കുകയും നിരവധി പേർക്ക് പരിക്കേൽപ്പിക്കുകയും ചെയ്തതോടെ സുരക്ഷാ വീഴ്ചയുടെ പേരിൽ IDF വീണ്ടും പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ്.